ഹലോ, ഇതിനു മുൻപിട്ടായിരുന്ന ഒരു വീഡിയോയിൽ വിവാഹമോചനത്തിന് ശേഷം ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നിലനിർത്തണം എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇതിനു മുമ്പ് ഇട്ടത്. ഒരു വ്യക്തി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ആ ഒരു സ്ട്രെസ്സ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. എനിക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒത്തിരി പേര് ഇങ്ങനെ ഒരു അനുഭവങ്ങളിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോൾ ചിലവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർക്ക് വേണം ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം, ഒരാൾക്ക് വേണ്ട. പിന്നെ കോടതി പ്രൊസീജിയർ, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്ട്രെസ്സിൽ കൂടി ഇവർ കടന്നു പോകും. എൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് ആർക്കും, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായാലും ആർക്കും അങ്ങനെ വിവാഹത്തിനോട് വലിയ എതിരൊന്നുമില്ലായിരുന്നു, വിവാഹം കഴിക്കാൻ റെഡിയായിരുന്നു. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ സ്വന്തം സ്വാതന്ത്ര്യം അതിനെ പറ്റിയൊന്നും വലിയ ബോധേഡ് അല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റിയെ പറ്റി വളരെയധികം അവെയറാണ്. അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ്, സ്വന്തം സ്വാതന്ത്ര്യം, ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെൺകുട്ടികളാണ് ഇന്നത്തെ ഒരു ജനറേഷനിലുള്ളത്. ഇവിടെ ആൺകുട്ടികളായാൽ പോലും. ഒരു 27 വർഷത്തെ വിവാഹ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാർ കൂടിച്ചേരുമ്പോൾ അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിലൊക്കെ കൂടിച്ചേരുമ്പോൾ അത് അത്ര ഈസി ടാസ്ക് അല്ല. പരസ്പരം മനസ്സിലാക്കുക അല്ലെങ്കിൽ പരസ്പരം അംഗീകരിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. എൻ്റെ 24ാമത്തെ വയസ്സിൽ പഠിപ്പൊക്കെ കഴിഞ്ഞ് പേരൻസ് പറഞ്ഞു കല്യാണം ആലോചിക്കണം, കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. പക്ഷേ എന്തൊക്കെയാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നതിനെ ഒന്നും പറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിവാഹ ജീവിതത്തിൽ നിന്ന് പഠിക്കാനോ ഒന്നും അന്ന് മുതിർന്നിട്ടില്ല. അങ്ങനെ കണ്ണടച്ചങ്ങ് വിവാഹം കഴിക്കുക എന്നുള്ളതായിരുന്നു. ഒരു കുഞ്ഞു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു റോളും കൂടി കൂടുകയാണ്. അതായത് മകളായി, അത് കഴിഞ്ഞ് ഭാര്യയായി, ഇപ്പൊ ദേ അമ്മയായി. കുഞ്ഞുണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ അപ്പോഴാണ് ശരിക്കും എവിടേക്കോ നമുക്ക് ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട പോലെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ടൈമില്ല. കുഞ്ഞിനോടാണെങ്കിൽ ഭയങ്കര സ്നേഹം, ജോലിക്ക് പോകണം, വീട്ടുകാര്യങ്ങൾ നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തിനാണ് ഈ ടെൻഷനൊക്കെ എടുക്കുന്നത്? എന്തുകൊണ്ട് എനിക്കും കുഞ്ഞിനും തന്നെ മാറിപ്പോയി തനിച്ച് ജീവിച്ചുകൂടാ എന്നുള്ളത്. ഇങ്ങനെ തനിച്ച് ജീവിക്കണം, സ്വന്തം സ്വാതന്ത്ര്യം അനുഭവിക്കണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അതായത് എനിക്ക് തന്നെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. ഇങ്ങനൊരു ഫ്രസ്ട്രേഷൻ ശരിക്കും ഉണ്ടായത് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോഴായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് ചോദിച്ചു പറഞ്ഞാൽ, എൻ്റെ മോൻ വലുതായി. ആ സമയത്ത് അവൻ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ അപ്പനെ ഇട്ട് പോകുന്നത് അല്ലെങ്കിൽ അപ്പനിൽ നിന്ന് മാറി താമസിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ആൻസർ കൊടുക്കും? എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ഇഷ്ടം, അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള എൻ്റെ ചിന്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആൻസർ ആവോ എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. വളരെ വൈകിയാണെങ്കിലും മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹ ജീവിതം നമ്മൾ ചടങ്ങിന് വേണ്ടി പള്ളിയിലും അമ്പലത്തിലൊക്കെ വെച്ച് നടത്തും. ഈവൻ എൻ്റെ വിവാഹത്തിന്റെ സമയത്ത് പോലും പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും പ്രാർത്ഥിച്ചിട്ടില്ല, ദൈവമേ ഈ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അതിനോട് കരുണ തോന്നണേന്ന്, അല്ലെങ്കിൽ അതിനുള്ള കൃപ തരണേന്ന്. കാരണം അതൊക്കെ എൻ്റെ കഴിവ് എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. ഒരു മനുഷ്യനാൽ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് മറ്റു വ്യക്തിയുടെ കുറവുകളെ അംഗീകരിച്ച് അയാളെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ളത്. നമുക്ക് കിട്ടുന്ന ജീവിത പങ്കാളി ഒരിക്കലും പൂർണ്ണതയിലുള്ള ഒരാളല്ല. അതേ മനുഷ്യന്മാരുടെ ഒരു മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്താണോ നെഗറ്റീവ് അതിലേക്കായിരിക്കും നമ്മുടെ കണ്ണുകൾ. കുറവുകളാണ് നമ്മൾ ആദ്യം എണ്ണി പറയുക. അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾ കാണില്ല. ഇവിടെയാണ് നമുക്ക് ദൈവം എന്ന അദൃശ്യ ശക്തിയുടെ ഒരു സഹായം വേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ആ പള്ളിയിലും അമ്പലത്തിലും ഒക്കെ വെച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മൂന്നാമതൊരാളെ, അത് ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ആയിരിക്കാം, അങ്ങനെയുള്ളതിൻ്റെ സഹായം നമ്മൾ തേടി പോകാറുണ്ട്. എന്നുള്ളൊരു പെർമനന്റ് സൊല്യൂഷൻ നമ്മൾ ഒരിക്കലും കാണാറില്ല. ഒരു വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ചെറിയൊരു ചേഞ്ചസ് കാണുമോ എന്നല്ലാതെ. ഒരു മനുഷ്യനെ മീഡിയേറ്റർ ആയിട്ട് നിർത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമുക്ക് ഒരു ദൈവകൃപ, ദൈവത്തിന് നമ്മളുടെ ആ കുടുംബ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ നമുക്ക് സ്വയം കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയെ കുറവുകളോട് കൂടി തന്നെ നമ്മൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ചേഞ്ചസ് മൊത്തം കുടുംബത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് കഷ്ടപ്പാട് തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തലും അവരുടെ എഡ്യൂക്കേഷനും എല്ലാ കാര്യങ്ങളും. പക്ഷെ അവർ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എത്ര സ്നേഹം അവർക്ക് തിരിച്ചു കൊടുത്തു അതിൻ്റെ 10 ഇരട്ടി അവർ നമുക്ക് തിരിച്ചു തരും. എനിക്ക് തോന്നുന്നു അമ്മമാരാണ് കൂടുതൽ കഷ്ടപ്പെട്ടതെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ മക്കൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എങ്ങനെയാണോ ആ കുഞ്ഞുങ്ങൾ നോക്കിയത് അതുപോലെ തന്നെ അവർ നമ്മളെ അമ്മമാരെ കൂടുതൽ ലാളിക്കുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ പല പല റോളുകൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഭയങ്കര സന്തോഷവും അല്ലെങ്കിൽ പ്രതീക്ഷയുമാണ് തരുന്നത്. ആദ്യം ഞാൻ മകളായി, പിന്നീട് ഭാര്യയായി, പിന്നീട് അമ്മയായി, അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അമ്മായിമ്മയാവും, അമ്മായിമ്മ കഴിഞ്ഞാൽ പിന്നെ അമ്മൂമ്മയാവും. ആ ഒരു സ്റ്റേജിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ദൈവം ആയുസ് നീട്ടി തന്നാൽ ഇങ്ങനെയുള്ള റോളുകളൊക്കെ പ്ലേ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടും. അപ്പോൾ വേറെ വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.